ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ഹൽവയാണ് കേട്ടോ. അതായത് മഞ്ഞൾ വെച്ചുണ്ടാക്കുന്ന ഹൽവ. ഇതിന് ഹൽദി ഹൽവ എന്നും പറയാറുണ്ട്. അപ്പോൾ മഞ്ഞളുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കുർക്കുമിൻ നമുക്ക് വളരെ ബോഡിക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ വയറിലൊക്കെ ഉണ്ടാകാവുന്ന ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഈ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഹൽവ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് പച്ചരി നന്നായിട്ട് വാഷ് ചെയ്ത് 5 മണിക്കൂർ കുതിർത്തതാണ് കേട്ടോ. അതിലെ വെള്ളമൊക്കെ വാറ്റി കളഞ്ഞിട്ട് വെച്ചിട്ടുള്ളതാണ്. ഈ റൈസ് റോ റൈസാണ്, അതായത് പച്ചരി. അത് മിക്സിയിലിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഫൈൻ പേസ്റ്റായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ചിങ്ങനെ തരിതരുന്നതിനായിട്ട് എടുക്കുന്നതായിരിക്കും ഈ ഹൽവയ്ക്ക് ടേസ്റ്റ് കൂടുതൽ കൊടുക്കുന്നത്. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ആ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പം ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കി, ഇതൊരു തരിതരുന്നതിനായിട്ടാണ് ഉള്ളത്. ഫൈൻ പൗഡറായിട്ടല്ല ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് ഈ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പൊടിച്ചെടുത്ത പൗഡർ, റൈസ് പൗഡർ. അപ്പം നമ്മൾ മഞ്ഞൾ ഹലുവയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള മഞ്ഞൾ, അതായത് പച്ചമഞ്ഞളാണ് കേട്ടത്. 250 ഗ്രാം മഞ്ഞളുണ്ട്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് ഞാനൊന്ന് സ്റ്റീം ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് സ്റ്റീം ചെയ്യുന്നതിന് പകരം കുക്കറിൽ ഒരല്പം വെള്ളം ഒഴിച്ച് ഒരു 3 വിസിൽ കൊടുത്തത് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. സ്റ്റീം ചെയ്യുമോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് വേവിക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഞാനിത് സ്റ്റീം ചെയ്തെടുത്തതാണ്. ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കൊന്ന് അരച്ചു കൊടുക്കണം. ഈ മഞ്ഞളപ്പം അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് നമുക്കൊരല്പം ഇത് അരഞ്ഞെടുക്കാനുള്ള വെള്ളം ഒരു മിനിമം ഒരു 1/2 ഗ്ലാസ് വെള്ളമെങ്കിലും ഒന്ന് ചേർത്തിട്ട് വേണം നമുക്ക് അരയ്ക്കാനായിട്ട്. നമുക്ക് ഈ മഞ്ഞൾ തന്നെ അരയ്ക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഈ അരിപ്പൊടി ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് അരയ്ക്കുകയാണെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിൽ ഈ മഞ്ഞൾ അല്ലെങ്കിൽ മഞ്ഞൾ ഒറ്റയ്ക്ക് അരയ്ക്കുകയാണെങ്കിൽ ഇതിൽ ഭയങ്കരമായിട്ട് മഞ്ഞൾ പിടിക്കും, അതിൻ്റെ കളറ്. കാരണം ഇത് പച്ചമഞ്ഞളല്ലേ. അപ്പോൾ ഈ അരിപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് അരയ്ക്കുകയാണെങ്കിൽ അത്രമാത്രം ആ ജാറിൻ്റെ അകത്ത് ആ കളറ് പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം. അതല്ല നിങ്ങൾക്ക് മഞ്ഞൾ മാത്രം അരച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് അരച്ചെടുക്കാനുള്ള ഒരു 1/2 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇത് ഫൈൻ പേസ്റ്റായി തന്നെ അരയ്ക്കണം. അപ്പോൾ നമ്മളുടെ അരിപ്പൊടിയിലേക്ക് നമ്മളിപ്പോൾ ഈ അരച്ചെടുത്ത ഈ പേസ്റ്റ് ഉണ്ടല്ലോ, മഞ്ഞളും ഒരല്പം അരിപ്പൊടിയും കൂടി അരച്ചത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ആ മിക്സിയുടെ ജാറും കൂടി കഴുകി 1 കപ്പ് വെള്ളത്തിൽ കഴുകി ആ ജാറിൽ ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് വെറുതെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം ഇതിൻ്റെ അകത്തെ കട്ടകളെല്ലാം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ആ കട്ടകളെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം. അപ്പം ഞാനിതൊന്ന് ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കട്ടകളെല്ലാം മാറ്റിയിട്ടാണ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ആ കട്ട അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതിങ്ങനെ കട്ട പിടിച്ച പോലെ കിടക്കുകയും അപ്പോൾ ആ മഞ്ഞളിൻ്റെ ഒരു ടേസ്റ്റ് വല്ലാണ്ട് എടുക്കും. അപ്പോൾ ഇങ്ങനെ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിവിടെ ഇപ്പം പച്ചരിയുടെ പൊടിയാണല്ലോ, അരിയാണല്ലോ പൊടിച്ച് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഇങ്ങനെ കുറുകി വരും കേട്ടോ. അപ്പം നിങ്ങളിത് അടുപ്പിൽ വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കൈ എടുക്കാതെ തന്നെ ഇളക്കണേ, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. ഇപ്പോൾ പെട്ടെന്ന് കുറുകി വന്നു. ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല. അപ്പോഴത്തേനും ഇതിങ്ങനെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഞാൻ ഇവിടെ ഒരു 500 ഗ്രാം ശർക്കര 2 കപ്പ് വെള്ളത്തിലാണ് കേട്ടോ ഉരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് അധികം വെള്ളത്തിൽ തന്നെ ഉരുക്കി വെക്കുക. അപ്പോഴാണ് നമുക്ക് ഈ ഹൽവ ഉണ്ടാക്കുമ്പോൾ, അതായത് ഈ മഞ്ഞളുടെ ഹൽവ ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ശർക്കര ഉരുക്കിയത് കൂടുതൽ വെള്ളത്തിലാണ് കേട്ടോ ഉരുക്കിയത്. നമ്മൾ സാധാരണ ഇങ്ങനെ എന്തെങ്കിലും സ്നാക്സ് പോലത്തെ ഇങ്ങനത്തെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ശർക്കര ഒരുപാട് വെള്ളത്തിൽ ഉരുക്കിയെടുക്കാറില്ല.
അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ കൂടുതൽ വെള്ളത്തിൽ ഉരുക്കിയെടുക്കണം. അപ്പോഴാണ് ആ ശർക്കര നീരിൽ കിടന്ന് ഈ മഞ്ഞളും അതുപോലെ അരിപ്പൊടിയൊക്കെ നന്നായിട്ട് വരട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ മഞ്ഞളുടെ ഒരു പ്രത്യേക ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുകയെ. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വെള്ളത്തിൽ ശർക്കര ഉരുക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ കൈ എടുക്കാതെ തന്നെ ഇളക്കണം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും. നമ്മൾ പച്ചരി പൊടിച്ചെടുത്തത് കൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത ശർക്കരയുടെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വരണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ മധുരം ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതുവരെ ഇതിനകത്ത് നെയ്യൊന്നും ചേർത്തിട്ടില്ല. ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത നെയ്യും കൂടി നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു തേങ്ങ, ഒരു വലിയ തേങ്ങയായിരുന്നു കേട്ടോ, അതിൻ്റെ 2ാം പാലും 3ാം പാലും കൂടി ഒരുമിച്ച് പിഴിഞ്ഞെടുത്തതാണ്. ഇത് 4 കപ്പ് പാലുണ്ട്. അത് ഇതിൻ്റെ കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ 4 കപ്പ് പാലാണ് കേട്ടോ, തേങ്ങാപ്പാലാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ പാൽ ഒഴിച്ചു കൊടുക്കാൻ കാരണം ഈ മഞ്ഞളിൻ്റെ ഒരു കുത്ത് ടേസ്റ്റ് ഉണ്ടാവുകയെ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇതുപോലെ പാലിലും ശർക്കരയിലും ഒക്കെ കിടന്ന് ഇത് നന്നായിട്ട് നമുക്ക് വരട്ടിയെടുത്താൽ തന്നെയാണ് ഈ ഹൽവയ്ക്ക് ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നാലും ഇത്രയൊക്കെ ചേർത്താലും പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഇതിനകത്ത് ഈ അരിപ്പൊടിയും മഞ്ഞളും ഒക്കെ പെട്ടെന്ന് കുറുകി വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാൽ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എനിക്ക് 20 മിനിറ്റ്സോളം എടുത്തിട്ടുണ്ട് ഇത് വറ്റി വരാനായിട്ട്. അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യുക, കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യുക കേട്ടോ. അപ്പോഴാണ് ഈ നമ്മളുടെ മഞ്ഞൾ വെച്ചിട്ടുള്ള ഈ ഹൽവയ്ക്ക് പെർഫെക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ആ മഞ്ഞളുടെ ഒരു കുത്തുണ്ടല്ലോ, അത് വരുമ്പോൾ എല്ലാവർക്കും ആ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല, നമുക്ക് അത്ര ഇഷ്ടാവില്ല അത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ സമയമെടുത്ത് കുറച്ചിത് നന്നായിട്ട് വേവിച്ചും വരട്ടിയും തന്നെ എടുത്താലാണ് ഈ ഹൽവയ്ക്ക് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഇതിലെ മെയിൻ കാര്യം ഈ ഹൽവ ഉണ്ടാക്കുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ, ആദ്യത്തെ പാൽ കേട്ടോ, തിക്ക് പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം ഞാനെല്ലാം പറയുന്ന കപ്പ് അളവ് 250 ml കപ്പാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഈ 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ 1ാം പാൽ ചേർത്ത് ഒരു 10 മിനിറ്റും കൂടി ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഈ ഒരു പരുവത്തിലേക്ക് ആയിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ഹൽവ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് വീണ്ടും 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തം ഇതിലേക്ക് ഇപ്പോൾ 3 ടീസ്പൂണാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ്. എന്നിട്ടൊന്ന് നന്നായിട്ട് ആ നെയ്യും കൂടെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ നെയ്യ് കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഒരല്പം കാഷ്യൂനട്ടും ബദാമും കൂടെ ഞാനൊന്ന് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനപ്പോൾ ഇവിടെ ഒരു കേക്ക് ടിന്നിൽ കുറച്ച് നെയ്യ് തടവി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കാണ് ഞാനിപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഹൽവ ആയിട്ടുണ്ട്, ഇതിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ആ നട്ട്സും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹൽവ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇത് പാത്രത്തിൽ നിന്നൊക്കെ ഇപ്പം വിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിനിയിപ്പോൾ തീ ഓഫ് ചെയ്യാണ്. ഇനി ആ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്പാച്ചുല വെച്ചിട്ട്. അപ്പോൾ ഇനി ഇതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നമ്മുടെ ഹൽവ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്നൊരു പാത്രത്തിലേക്കൊന്ന് കമഴ്ത്തി എടുക്കട്ടെ. അപ്പം നമ്മളുടെ ഹൽവ ഇവിടെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്യേ. അപ്പം നമ്മളുടെ
അടിപൊളി ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, ഒരല്പം ടൈം എടുക്കുന്നു മാത്രമേ ഉള്ളൂ. വളരെ കുറവ് പ്രൊസീജിയർ തന്നെ ഇതിനുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, മഞ്ഞൾ വെച്ചിട്ടുള്ള എന്ത് സാധനവും കഴിക്കുന്നത് വളരെ ഹെൽത്തിയാണ്. അതിലുള്ള കുർക്കുമിൻ നമ്മളെ കോളൻ ക്യാൻസറിനെ വരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.